ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെവിറ്റ് സ്റ്റീലാണ്. റെവിറ്റ് സ്റ്റീലിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകും. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്, നമുക്ക് ഏത് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റൊക്കെ യൂസ് ചെയ്യാം, ആർക്കിടെക്ചറിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റൊക്കെയാണ്. കാരണം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്ട്രക്ചറൽ സ്റ്റീൽസും ബീംസും കോളംസും പിന്നെ റെവിറ്റ് സ്റ്റീലിൽ കുറച്ച് കണക്ഷൻസും കണക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് സ്റ്റീലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് സ്ട്രക്ചറൽ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മളത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. നമുക്ക് സ്റ്റീലിന് മെയിൻ ആയിട്ട് നോക്കാനുള്ള ഇങ്ങനെ ഈ സ്റ്റീലിന്റെ ടാബിലുള്ള കുറച്ച് ഐറ്റംസ് എങ്ങനെ കണക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ 2 ആണ്. ഞാൻ സ്ട്രക്ചറിന്റെ ടാബ് എടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഗ്രിഡ്സ് വേണം, സ്ട്രക്ചറിലും വേണം, എന്തെങ്കിലും ഗ്രിഡ്സ് ആണ് മെയിൻ. ഗ്രിഡിന് ഷോർട്ട് കീ GR അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ ടാബ് പോയിട്ട് ഇവിടെ ഉണ്ട് ഗ്രിഡ് GR എടുത്തു. അതിന് മുന്നേ നമ്മൾ എന്താ വെച്ചാൽ യൂണിറ്റ് എന്ത് ചെയ്തു, മീറ്ററിലോട്ട് ചേഞ്ച് ചെയ്തു. സാധാരണ മീറ്ററിലാണ് അത്യാവശ്യം വരിക, ഐ മീൻ സ്പേസിങ്സും കാര്യങ്ങളും ഒക്കെ മീറ്ററിലാണ് വരിക. മീറ്ററിൽ ചേഞ്ച് ചെയ്താണ് ചെയ്തു, GR എടുത്തു, ഒരു ഗ്രിഡ് വരച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്ത് കണ്ട ഒരു 8 മീറ്റർ സ്പേസിങ്ങിൽ ഞാൻ പിക്ക് ലൈൻ എടുത്താണ് പിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഓപ്പോസിറ്റ് സൈഡും ഒരു ഗ്രിഡ് വരക്കാണ്. GR എടുക്കാണ്ട് ഗ്രിഡ് വരക്കണതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ തീരെ. സ്ട്രക്ചർ കോളംസ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഗ്രിഡ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു, 6 എന്നുള്ളത് ആക്കി കൊടുത്തു. അപ്പൊ എന്താ, കണ്ടിന്യൂസ്ലി ABCD ആയിട്ട് വരുന്നുള്ളൂ. വീണ്ടും GR എടുത്തു, പിക്ക് ലൈൻ എടുത്തു, 8 എന്ന് കൊടുത്തു. നമ്മൾ എലവേഷൻ ബബിൾ വേണ്ട, ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്യാണ്. കാറ്റഗറി മൊത്തം എലവേഷൻ ബബിൾസും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, കോളംസ് പ്ലേസ് ചെയ്യാം. കോളംസ് പ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്തു, സ്ട്രക്ചർ ടാബ് പോയിട്ട് കോളം എടുത്തു, ഒരു കോളം ഞാൻ പ്ലേസ് ചെയ്തു. ഐ സെക്ഷൻ കോളാണ്, കാരണം നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് അല്ല. ടി സെക്ഷൻ, ഇതിൽ ഐ സെക്ഷൻ, യൂണിവേഴ്സൽ ഐ സെക്ഷൻസ് കുറച്ച് മോഡൽസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഏതൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇതിലൊക്കെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കോളം പ്ലേസ് ചെയ്യാൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ട്രക്ചറിലുണ്ട് എന്ത്, കോളത്തില് കോൾ എടുത്തതിന് ശേഷം ഇവിടെ ഉണ്ടാവും നമുക്ക് എന്ത് അറ്റ് ഗ്രിഡ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നെക്കിയിട്ട് എന്ത് ചെയ്തു, ഞാൻ കൺട്രോൾ ഒക്കെ പിടിച്ചിട്ട് ഗ്രിഡ്സ് എല്ലാം സെലക്ട് ചെയ്തു. ഒരു കോളം വെച്ചു, ഗ്രിഡ്സ് എല്ലാം സെലക്ട് ചെയ്തു. കാരണം ഈ ഗ്രിഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിലൊക്കെ അതാ കോളം സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഗ്രിഡ് സെലക്ട് ചെയ്ത്, ഈ ഗ്രിഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെയും ഇവിടെയും കോളം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടില്ല. കൺട്രോൾ ഒക്കെ പിടിച്ച് ഇവിടെ അടിച്ചപ്പോൾ ഇതും ഇതും, അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന എല്ലാ ഗ്രിഡ്സും തമ്മിൽ എന്താവും, കോളംസ് പ്ലേസ് ആവും. ഫിനിഷ് വെച്ചാൽ മതി. ഫസ്റ്റ് വെച്ച കോളത്തിന്റെ സെയിം വരും. 3D ചെക്ക് ചെയ്തോ, കണ്ടോ? ഇങ്ങനെ നമ്മൾ കോളംസ് സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ കോളംസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ജസ്റ്റ് ബീംസ് പ്ലേസ് ചെയ്യാം. ബീംസ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രക്ചറലിൽ പോയിട്ട് ബീം എടുത്തു, എന്താ ചെയ്യുക, ഐ സെക്ഷൻ ബീംസ് എന്ന് യൂസ് ചെയ്യണം. ഐ സെക്ഷൻ ബീംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ബീംസ് പല സൈസിലും ഉണ്ടാവും, നമുക്ക് ലോഡ് ചെയ്യാം. ലൈബ്രറീസ്, ഇംഗ്ലീഷ് സ്ട്രക്ചറൽ ഫ്രെയിമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. സ്ട്രക്ചർ ഡിസൈൻ, സ്ട്രക്ചർ ഫ്രെയിമിംഗ് ഉണ്ടാവും, കോൺക്രീറ്റ് ഉണ്ടാവും, പ്രീ കാസ്റ്റ് ഉണ്ടാവും, സ്റ്റീൽ ഉണ്ടാവും. ഇതിൽ നമുക്ക് വേണ്ട പല ടൈപ്പും ഉണ്ട്. ഇതിൽ ഏത് സൈസിൽ ഏത് വേണ്ടിയെന്ന് വെച്ചാൽ, ഏത് ടൈപ്പാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനത് ചെയ്തു, ഇതിലുള്ള ഡിഫാൾട്ട് ആയിട്ടുള്ള ബീംസ് ഒന്ന് പ്ലേസ് ചെയ്യാം. ബീം, ഓക്കെ, ബീം എടുത്തു. അത് ഞാനത് ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് ഒന്ന് ഡ്രോ ചെയ്തു, ലൈന് മാതിരിയാണ് കാണുന്നത്. 3D നോക്കിയാൽ സാധനം ഉണ്ടാവും, ബീംസ് ഉണ്ട്.
ഈ ലൈന് മാതിരി എന്തുകൊണ്ട് കാണുന്നത് വെച്ചാല് ഇത് നമ്മൾ ഫൈൻ ആക്കാഞ്ഞിട്ടാണ്. ഫൈൻ ആക്കി കൊടുക്കാം, നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയി കിട്ടും. ഈ സെക്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ വരക്കാണ്. ബീം ഒന്നുകൂടെ വരച്ചു. കോപ്പി എടുത്താലും മതി കേട്ടോ. കോപ്പി എടുത്ത് പ്ലേസ് ചെയ്താലും മതി. ഓക്കെ ആണ്. മൾട്ടിപ്പിൾ ഓൺ ആക്കി കൺസ്ട്രെയിൻ ഓൺ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഐ സെക്ഷന്റെ സെന്റർ എടുത്തു. ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി അതേമാതിരി നമുക്ക് ഇത്രയും ബീംസ് മാത്രമല്ല, 8 മീറ്ററുള്ള സിംഗിൾ ബീം അല്ല ഉണ്ടാവുക. അതിന് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ബീംസ് ഇതുണ്ടാവും, ഫ്രെയിംസ് ഉണ്ടാവും. അതായത് കണക്ട് ചെയ്യുന്ന ഫ്രെയിംസ് ഉണ്ടാവും. ഇതിന്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റോ കാര്യങ്ങൾ ഇടാണെന്നുണ്ടെങ്കിൽ 8 മീറ്റർ സ്പേസിംഗിൽ ഇല്ലല്ലോ. ഷീറ്റ് ഇടാണെങ്കിലും എന്തിനാണെങ്കിലും സ്ട്രക്ചർ ഇടാണെങ്കിലും ഇതിന്റെ ഫ്രെയിംസ് ഉണ്ടാവും, എക്സ്ട്രാ ഫ്രെയിംസ് ഉണ്ടാവും. അതിന് നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഫ്രെയിംസ് ഉണ്ടാവും. അതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, ബീം സിസ്റ്റം എന്ന ഓപ്ഷൻ ഉണ്ട്. ബീം സിസ്റ്റം എടുത്താണ് എന്തായി ഞാൻ ഡ്രോ ചെയ്തെടുത്തു. അതായത് ഏത് മുതൽ ഏത് വരെ ബീം സിസ്റ്റം ആണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ടെൻഡൻസ് ഉണ്ടാവും. ഇത്രയും ബീംസ് വരും. ഞങ്ങൾക്ക് അതിന്റെ ഡയറക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ച് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ബീം ഡയറക്ഷൻ മാറ്റിക്കാണ് ഞാൻ എന്ത് ചെയ്തു, ലൈൻ എടുത്ത് ഇങ്ങോട്ട് ഈ സൈഡിലോട്ടാ വേണ്ടി എന്നുള്ള രീതിയിൽ വെച്ചു. എസ്കേപ്പ് അടിച്ചിട്ട് അടിച്ചാൽ എന്താവും, ബീംസ് ഈ സൈഡിലോട്ട് വരും. യു ബി എന്ന് പറഞ്ഞാൽ ബീംസിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഈ സെറ്റ് ആയിക്കാണ് സെലക്ട് ചെയ്താൽ ഉണ്ടാവും. ഇതൊരു സെറ്റ് ആണ്. സെറ്റ് ആയിക്കാണ് സെലക്ട് ചെയ്യാൻ സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. സെറ്റായി സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബീമിന്റെ കാര്യങ്ങൾ ഏതോ വേണ്ടിന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ ചേഞ്ച് ആയി കിട്ടും. സിംഗിൾ അപ്പൊ സ്ക്വയർ ബീം ആയിട്ടുണ്ട്. നേരത്തെ ഐ സെക്ഷൻ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, HSS ആക്കിയിട്ടുണ്ട്. ഞാൻ റെക്ടാങ്കുലർ ബീം കോൺക്രീറ്റ് ആണ് ഇത് രണ്ടെണ്ണം. ഇത് നമുക്ക് ഏതാ വേണ്ടിച്ചാൽ അതിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. സൈസ് പോയി. ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യാം, കണക്ഷൻ ബേസിലാക്കുക. ഇതേമാതിരി നമുക്ക് ഇതിന്റെ സ്പേസിങ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഫിക്സഡ് സ്പേസിങ് ഞാൻ എന്ത് ചെയ്തു 2 ആക്കി കൊടുത്താൽ അടുത്ത സ്പേസിങ് 2 ആവും. ഇതേമാതിരി ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഫിക്സഡ് നമ്പർ നമുക്ക് 8 ആക്കി കൊടുക്കാം. 8 ആയി. അങ്ങനെ ഓരോന്നുണ്ട്. ക്ലിയർ സ്പേസിങ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് കൊടുക്കാം. സ്റ്റീലാണ്, സിസ്റ്റത്തിനനുസരിച്ച് കുറച്ച് ലോഡാകുമ്പോൾ ചിലപ്പോൾ ടൈം എടുക്കും. അപ്പൊ നല്ല ചെറിയ സ്പേസിങ് 0.15 ഒക്കെയാണ് സ്പേസിങ് എടുത്തിട്ടുള്ളത്. അത്രയും സ്പേസും ഉണ്ട്. ഞാനിതൊരു 1 മീറ്റർ ആക്കി കൊടുത്തു. മീറ്ററിലാണ് നമ്മൾ യൂണിറ്റ്, അതുകൊണ്ട് 1 ആക്കിയിട്ടുണ്ട്. കണ്ടോ, 2.5 ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ ബീം ചേഞ്ച് ചെയ്താൽ ഇഷ്യൂസ് ഒന്നുമില്ല. എങ്ങനെ ചേഞ്ച് ചെയ്യാം, പക്ഷേ ഇതൊക്കെ പിന്നീട് കാലം അൺപിൻ ചെയ്യണം. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത് ബ്രേസിംഗ് സിസ്റ്റം. ഇനി അതേമാതിരി നമുക്ക് ഇവിടെ കുറച്ച് കണക്ഷൻസ് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ബ്രേസ് ആണ് യൂസ് ചെയ്തത്. ബ്രേസ് ഇട്ടാണ് ഇവിടെ ഇങ്ങനെ ക്രോസ് കണക്ഷൻസ് ഉണ്ടാകുന്നത്. സ്റ്റീൽ ഫിറ്റിംഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ക്രോസ് കണക്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കലുണ്ട്. ക്രോസ് കണക്ഷൻ കൊടുക്കാൻ ബ്രേസ് എടുക്കാൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ഏതെങ്കിലും ഒരു ബീം എടുത്ത് ഞാൻ കുറച്ച് കുറഞ്ഞത് എടുക്കാണ്. HSS എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് കേട്ടോ. സ്ക്വയർ ബീംസ് ഇതൊക്കെ ഐ സെക്ഷൻസ് ആണ്. ഞാൻ സ്ക്വയർ എടുക്കാൻ ചെയ്തു. ഇവിടെ നമുക്ക് 3D സ്നാപ്പിംഗ് ഓൺ ആക്കാം. 3Dയിൽ വർക്ക് ചെയ്യാൻ പറ്റും. 3D സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് സ്നാപ്പ് കിട്ടും. ഇതെടുത്ത് ഞാൻ അതിൻ്റെ ഒരു സെന്റർ ജോയിൻ കൊടുത്തു. അപ്പൊ എന്തായിട്ടുണ്ടാവും, ഇത് തമ്മിൽ കണക്ഷൻ ആയിട്ടുണ്ടാവും. ഇത് വെൽഡൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റീൽ ഫ്രെയിംസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്, ആംഗിൾ സെക്ഷനൊക്കെ വെച്ചാണ് നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ബീംസും കാര്യങ്ങളും നമുക്ക് ഡ്രോ ചെയ്യാം. 3D സ്നാപ്പിംഗ് ഓൺ ആക്കണം, എന്നാലേ അവിടെ കിട്ടുള്ളൂ, ഇത് കണക്ട് ആവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീൽ ബാറിലോട്ട് പോവാം. ഇത് ഞാനൊന്ന് ഫൈൻ ആക്കണ്ടത്, ഫൈൻ എന്നാണ് തോന്നുന്നത്. സ്റ്റീൽ സെക്ഷനിൽ പോവാം.
സ്റ്റീൽ സെക്ഷനിൽ നമുക്കത് കുറച്ചിടാം കണക്ഷൻ. അതായത് ഇത് വെൽഡിങ് കണക്ഷൻ നെട്ടും ബോൾട്ട് ഇടാതാണ് കണക്ഷന്. പിന്നെ പ്ലേറ്റ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്, ബോൾട്ട് ആങ്കർ ബോൾട്ട്, അതായത് ഈ അടിഭാഗം ബോൾട്ട് ചെയ്യാൻ നെറ്റ് ബോൾട്ട് ചെയ്യാൻ ആങ്കർ ബോൾട്ട് ഇട്ടു. ആങ്കർ ബോൾട്ട് ഇട്ടാണ് അതിന്റെ അടിഭാഗം എടുത്താണ്ട് എൻ്റർ അടിച്ചു. പിന്നെ നമുക്ക് സ്ലാബ് വെക്കണം, അത് നമുക്ക് നോക്കാം. പിന്നെ വെൽഡ് ചെയ്യാനും ഇവിടെ കുറച്ച് കട്ടിങ്സ് ഉണ്ട്, അതേമാതിരി പാരാമെട്രിക് കട്ട്സ് ഉണ്ട്. നമുക്ക് ഇതിൽ ഓരോ കട്ട്സ് നോക്കാം ആദ്യം. ആങ്കർ ബോൾട്ട് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഇതിൽ കട്ടിലുണ്ട്, മിറ്റർ കട്ട്. മിറ്ററിലാണ് 3 ഓപ്ഷൻ ഉണ്ട്. മിറ്റർ കട്ട് തന്നെ നമ്മൾ ഈ എഡ്ജസ് കട്ട് ചെയ്യാനാണ്. മിറ്റർ കട്ടിലുള്ള 3 ഓപ്ഷനിൽ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻ കണക്ഷൻ ഉള്ള ഒരു ബീം എടുക്കാം. അതായത് ലെവൽ 2 എടുത്തു. ഈ ബീം ഞാൻ ചെയ്തു. ഇപ്പൊ താൽക്കാലികമായിക്കാണ്ട് ഇവിടെ കൊണ്ട് അൺപിൻ ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു. ഇവിടെ ചെയ്തു, ഇവിടെ ഇതിൽ ഓരോ കണക്ഷൻസ് ട്രൈ ചെയ്യാം. ഇതിപ്പോ കിടക്കണം കണ്ടാലോ അറിയാലോ, നമ്മൾ ഈ കണക്ഷൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, മിറ്റർ കട്ടില് മിറ്റർ എടുത്തുകൊണ്ട് ഇതിൽ ഇമോജി തന്നെ കാണാം. ഇത് എന്ത് ചെയ്യും, 45 ഡിഗ്രിയിൽ രണ്ടും കട്ട് ചെയ്ത് കണ്ടെന്താവും കണക്ട് ചെയ്ത്. അതിന് ഞാൻ മിറ്റർ കട്ട് എഴുതാണ്ട് ചെയ്തു. രണ്ടെണ്ണം സെലക്ട് ചെയ്താണ്ട്, അതായത് കൺട്രോൾ ഒക്കെ പിടിച്ചിട്ടോ എങ്ങനെ വെച്ചാൽ രണ്ടെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ടുണ്ടാവും ആ കട്ടിങ് ചെയ്തായി. കുറച്ച് ടൈം എടുക്കും. നമ്മളെ സിസ്റ്റം ഡിപ്പെൻസ് ആവുന്ന ടൈപ്പ് നല്ല സിസ്റ്റംസ് ആണെങ്കിൽ ചെറിയ ടൈം എടുക്കുള്ളൂ. അതിന്റെ ഇത് കണക്ഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം. ബാക്ക്ഗ്രൗണ്ട് കാൽക്കുലേഷൻസ് നോട്ട് ഫിനിഷ്ഡ് ആണ്, കണക്ഷൻ ശരിയായിട്ടില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫൈൻ ആക്കി വെക്കാം. കണ്ടോ, ഫൈൻ ആക്കിയപ്പോൾ ഇതിന്റെ കണക്ഷൻ ഒന്ന് കട്ടായിട്ടുണ്ട്, പക്ഷെ മറ്റേത് ശരിയായിട്ടില്ല. 2 സൈസിലുള്ള ബീംസ് ആയതുകൊണ്ടാണ്. ഇത് കട്ടായിട്ടുണ്ട്, മറ്റേ കട്ടായിട്ടില്ല, അത് റെഡി ആയിട്ടില്ല. വേറെ നമുക്ക് ഇതിന്റെ സെയിം സൈസിൽ ഇതേതാ യൂണിവേഴ്സൽ ബീം ഏതെന്ന് നോക്കാം കേട്ടോ. UV 305 ആണ്. ഇത് നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യാം. UV 254 ആണത്. ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്തു, ബോക്സ് ആണ് വരിക. ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടെ മിറ്റർ കട്ട് എടുത്തു, കൺട്രോൾ ഒക്കെ പിടിച്ചു. ഇല്ലല്ലോ, ശരിയായിട്ടില്ല. UV 65 ആണല്ലോ. ചിലപ്പോ ബീംസ് അവിടെ ഇല്ലാത്തതുകൊണ്ടേക്കാണല്ലോ, ബീമിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടേക്കാം. വേറെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ എഡിറ്റിൽ കട്ട് ചെയ്ത് നോക്കാം. മിറ്റർ കണ്ടോ, ഇത് ഈക്വൽ ആയിട്ട് കട്ട് ആയിട്ടുണ്ട്. മറ്റേ സൈസ് മാറിയതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തിട്ടൊക്കെയാണ് തോന്നുന്നത് ഇഷ്യൂസ്. കണ്ടോ, കറക്റ്റ് 90 ഡിഗ്രിയിൽ കട്ടായി. അതിൻ്റെ 45 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണ് അതിന്റെ മീറ്റർ കട്ട്. നമുക്ക് അടുത്ത കട്ട് നോക്കാം. ഇവിടെ സോറി, നേരത്തെ കാണിച്ചെന്ന് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത കട്ടാണ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം, സ്റ്റീൽ എടുത്തു, കട്ടിലുണ്ട്, മീറ്റർ കട്ടിലുണ്ട്, സോ കട്ട് ഫ്ലാൻസ് ഉണ്ട്, സോ കട്ട് വെബ് ഉണ്ട്. ഈ ഐ സെക്ഷനിൽ ഈ മോള് കിടക്കുന്ന കയറി ഫ്ലാൻസ്, അടി കിടക്കുന്ന വെബ് വരെ നമുക്ക് അത് നോക്കാം. ഇതിപ്പോ എങ്ങനെ കിടക്കണമെന്ന് കാണാലോ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്താണ് കൊടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ അതിന്റെ ഇത് മാറ്റേണ്ടി വരും. സോക്കട്ട് ഫ്ലാൻസ് എടുത്തു, കൺട്രോൾ ഒക്കെ വിളിച്ചു, ഇത് നോക്കിയിട്ട് എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. ഈ ഫ്ലാൻസ് തമ്മിലേറെ കണക്ട് ആവാം. ഈ ഫ്ലാൻസ് തമ്മിലാണ് ഇതിൽ കണക്ട് ആവാം. ഈ അടിയത്തെ ഫ്ലാൻസ് കണക്ട് ആവാത്ത അതിന്റെ സൈസ് മാറിയുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബാക്കിലോട്ട് വലിച്ച സീനൊക്കെ കാണാൻ കറക്റ്റ് കണക്ട് ആയിട്ടുണ്ടാവും.
ഡിലീറ്റ് ഇങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞു ഓൾറെഡി ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഫ്ലാഞ്ച് എടുത്തു. പ്രൈമറി ആയിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തു, സെക്കൻഡറി ഇത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ ഈ ഫ്ലാഞ്ച് മാത്രം കണക്ട് ആവുള്ളൂ. ഇത് ലെങ്ത് തിക്നെസ് വേറെ വേറെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താവും, ഇതിന്റെ അടിഭാഗം ഈ ഫ്ലാഞ്ചും അതായത് ഈ മുകളിലത്തെ സാധനത്തിന് വരുന്ന ഫ്ലാഞ്ച് തമ്മിൽ കണക്ഷൻ ആവുള്ളൂ. ഈ മറ്റേതാണ് വെബ് കണക്ട് ആവില്ല. അതാണ് ഫ്ലാഞ്ച് എന്നുള്ള കണക്ഷൻ. ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ സൈസ് ഞാൻ UAC 5 ആക്കി. ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റീലില് ഫ്ലാഞ്ച് ഇട്ടു, പ്രൈമർ ചെയ്തു. ഇത് പറ്റും തോന്നുന്നില്ല. ഫ്ലാഞ്ച് കണക്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൈമറി ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ വരാം, ഇങ്ങനെ നേരം വരാം, ഹാഫ് നേരം വരാം. കാരണം ഇതിപ്പോ സെക്കൻഡറി, ഇത് പ്രൈമറി ആണ്. നമുക്ക് ആദ്യം പ്രൈമറി കൊടുക്കേണ്ട മറ്റേ ബീമാണ്. അപ്പൊ എന്താവും, മറ്റേത് വരും, അല്ലെങ്കിൽ അവിടെ കട്ടായിരിക്കും. ഇത് സെക്കൻഡറി ആണ്. നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനത് അവിടെ മേക്ക് പ്രൈമറി എന്നുണ്ടെങ്കിൽ ഡോട്ടിൽ അടിച്ചാൽ മതി. അപ്പൊ ഇത് ഫ്ലാഞ്ച് കട്ടായി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബീം മാറ്റിയാണ്ട് വെബ് കട്ട് എന്താ നോക്കാം. സെയിം സൈസ് ആക്കി ഞാൻ എന്ത് ചെയ്തു, മീറ്റർ കട്ടിൽ വെബ് എടുത്തു. മെയിൻ ആയിട്ടുള്ള ബീം പ്രൈമറി എടുത്തു, അല്ലെങ്കിൽ അത് കട്ടായി പോകുന്നത് സെക്കൻഡറി. എൻ്റർ അടിച്ചിട്ട് എൻ്റർ അടിച്ചു. കണ്ടോ, ഇത് ഇതിന്റെ ഉള്ളിലോട്ട് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വെബ് കണക്ഷൻ കയറിയിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾക്ക് നോക്കാം. എന്താ വെബും ഇതും കഴിഞ്ഞു. ഞങ്ങൾക്ക് കോപ്പ് കട്ട് ഉണ്ട്. കോപ്പ് കട്ട് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകും. എല്ലാ ഇമേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കയറി പോകാനാണ് കോപ്പ് കട്ട്. ഇതിൽ ഇമേജ് തന്നെ കാണാം ഐ സെക്ഷന്റെ ഉള്ളിലോട്ട് കയറി പോകുന്നത്. കോപ്പ് കട്ട് എടുത്തു. എല്ലാം പ്രൈമറി കൊടുക്കുന്ന മെയിൻ ആണ്, കട്ട് ചെയ്യേണ്ട സെക്കൻഡറി ആണ് കൊടുക്കേണ്ടി. കൺട്രോൾ ഒക്കെ പിടിച്ച് സെക്കൻഡറി കൊടുത്ത് ഞാൻ എൻ്റർ അടിച്ചു. കോപ്പ് കട്ട് ശരിയായിട്ടില്ല. ഓക്കെ, ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. തീരെ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇങ്ങനെയാണ് കയറി പോയിട്ടുള്ളത്. അതിന്റെ ഉള്ളിലോട്ട് കറക്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ ഫ്ലാഞ്ചും വെബും വേറെ ടൈപ്പ് കഴിഞ്ഞു. ഫ്ലാഞ്ച് മാത്രം തട്ട്, വെബാണെങ്കിൽ ഉള്ളിലോട്ട് കയറി പോയിട്ടാണ് കട്ട് ചെയ്തത്. ഇത് കറക്റ്റ് കോപ്പായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റീൽ എടുത്തു, കോപ്പ് കട്ട് എടുത്തു. ഇനി കട്ട് ത്രൂ ഉണ്ട്. കട്ട് ത്രൂ പറഞ്ഞാൽ നമ്മൾ ഈ ട്രിം ഓർ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യണ മാതിരിയാണ് കട്ട് ത്രൂ തന്നെ. അത് നോക്കാം. പിന്നീട് നീട്ടി വെച്ചു. ട്രിം ഓർ എക്സ്റ്റെൻഡ് മാതിരി കട്ട് ത്രൂ വരുമ്പോൾ അവിടെ കട്ട് ചെയ്ത് പോകണേരം. കട്ട് ത്രൂ എടുത്തു, പ്രൈമർ എടുത്തു, സെക്കൻഡറി എടുത്തു. കണ്ടോ, ഇത് ഇവിടെ കട്ടായിട്ടുണ്ട്. അതായത് ട്രിം ഓർ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് പ്രൈമറി സെക്കൻഡറി ചേഞ്ച് ചെയ്താലുണ്ടാവും ഇത് കട്ടായി. ഇതാണ് ഇപ്പൊ കട്ടായിട്ടുള്ളത്. കട്ട് ത്രൂ കറക്റ്റ് ആയി കട്ട് ചെയ്ത് കാണുന്നുണ്ട്. ഇവിടെ ഇതിന്റെ തിക്നെസ് വേറെ വേറെ ഷേപ്പ് ആയതുകൊണ്ട് ഈ മുൾഭാഗം ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് അടിഭാഗം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ അടിഭാഗം എത്തണില്ല, അതുകൊണ്ടാണ്. അതാണ് കട്ട് ത്രൂ. ഇതിൽ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ കണക്ഷൻ നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ബോക്സ് കണ്ടോ, ഈ ബോക്സ് ആണ് ആ കണക്ഷൻ. ആ ബോക്സ് സെലക്ട് ചെയ്താണ് മോഡിഫൈ എടുത്താൽ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറ്റും. ഇതിന്റെ അലൈൻമെന്റ് ചെരിക്കാനും കട്ടിങ്ങും ചെരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, 0.5 ഗ്യാപ്പ് ഇട്ട് നോക്കാം. ഗ്യാപ്പ് 1 ആണ് ഈ ഒരു ഗ്യാപ്പ്. കണ്ടോ, 0.5 ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറ്റും. ഇത് കസ്റ്റമർ മോഡിഫൈ പാരാമീറ്റർ 0.1 ആണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത്, 0. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാപ്സും കാര്യങ്ങളും എല്ലാ ബോക്സിന്റെ ഓരോരോ കസ്റ്റമൈസേഷൻ പറ്റും. ഇവിടെ ഇത് വരാൻ തന്നെ കാരണം എന്തോ അറിവുണ്ടായതുകൊണ്ട് കേട്ടോ. ഇത് മോഡിഫൈ ചെയ്താൽ അതിൽ കുറച്ച് ഗ്യാപ്സും കാര്യങ്ങളും സ്ട്രേറ്റ് കട്ടും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റും. സ്ട്രേറ്റ് കട്ട് ആക്കിയപ്പോൾ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ക്രിയേറ്റ് വെൽറ്റ് കൊടുത്താൽ വെൽഡിങ് ക്രിയേറ്റ് ആവും. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ കട്ട് പൈ ഏറെക്കുറെ എന്താണ്, കട്ട് ത്രൂവിന്റെ സെയിം ആണ്. ചേഞ്ചസ് ഒന്നും കാര്യപ്പെട്ട ചേഞ്ചസ് ഒന്നും ഇല്ല. നമ്മൾ ഈ സ്പ്ലിറ്റ് വിത്ത് സ്പേസും
സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പും സ്പ്ലിറ്റും കൊടുക്കണം വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസുകളാണ് കട്ട് ബൈ. നോക്കാം. പിന്നെ ആദ്യം ഞാനത് ചെയ്തു, ഒരു ബീം അത് കയറ്റി വെച്ചു, അൺപിൻ ചെയ്യണം. സ്റ്റീൽ പോയിട്ട് കട്ട് ബൈ. കട്ട് ബൈ കൊടുത്തപ്പോൾ സ്റ്റീൽ സെലക്ട് ചെയ്താണ് കട്ട് ബൈ കൊടുത്തപ്പോൾ ഇവിടെ കട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് വാണിംഗ് കാരണം ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈമറി സെക്കൻഡറി എൻട്രൻസ് എന്തായിട്ടുണ്ട്, ഇവിടെ കട്ട് ആയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്തിട്ട് സ്പേസിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോക്സ് സെലക്ട് ചെയ്യാം, മോഡിഫൈ കൊടുക്കുക. ഇതിൽ ഓരോന്നിനും ഓരോ സ്പേസിങ്സ് കാണിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ, ഇത് സെക്കൻഡറി. ഇതിൽ ഓരോന്ന് എന്താ കട്ട് ചെയ്യേണ്ടി, 5 എന്നുള്ളത് അവിടെ അങ്ങനെ കട്ട് ചെയ്യേണ്ടി. കോർണർ സൈസ് ഇതൊക്കെ ഓൺ ആക്കണം എന്നാലേ കിട്ടുള്ളൂ. 1 2 3 3ന്റെ സ്പേസിങ് കൂട്ടണം. കണ്ടോ, ഇവിടെ എന്തോ ഇത്ര കൂടി പോയിട്ടുണ്ട്, ഈ ബാങ്ക് ഇത്ര നീണ്ടു പോയിട്ടുണ്ട് കട്ടിങ്. അങ്ങനെ ഓരോന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും കട്ടിങ്സ്. ഇത്രയും നോക്കി നമുക്ക് നോക്കാനുള്ള ഇവിടെയുള്ള കോർണർ കട്ട് നമ്മൾ പ്ലേറ്റിന്റെ നമുക്ക് വേറെ നോക്കാം. പ്ലേറ്റ് വരുമ്പോൾ കട്ട് ചെയ്യാനുള്ള പ്ലേറ്റ് നമ്മൾ ഡ്രോ ചെയ്തിട്ടില്ല. കോപ്പ് കട്ട് നോക്കാം. കോപ്പ് കട്ട് എന്താ നോക്കാം. കോപ്പ് കട്ട് ഇമോജി കണ്ടാൽ അറിയാം. നമ്മൾ ഈ ബീൻസിന് എങ്ങനെയെങ്കിലും പാരലോ വെർട്ടിക്കൽ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് കോപ്പ് കട്ട്. കോപ്പ് കട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ബീം ഒന്ന് നീട്ടി വലിച്ചു. കോപ്പ് സ്ക്യൂഡ് എടുത്താണ് ഞാൻ ചെയ്തത്. ഈ ബീം സെലക്ട് ചെയ്തു. അപ്പൊ എന്തായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഷോർട്ടിങ് മോഡിഫയർ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ആയി കാണൂല, കാണുന്നില്ല. എന്ത് ചെയ്യുക, അത് ഫൈനിലോട്ട് ചേഞ്ച് ചെയ്യണം, എന്നാലേ കാണുള്ളൂ. നിങ്ങൾ ഇതിലൊന്നും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഇതാണ് കോപ്പ് കട്ടിന്റെ മെയിൻ വന്നിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമ്മളത് ലെവൽ 2 കാണാം. ലെവൽ 2 ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. 3D അങ്ങനെ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിലോട്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ടാബ് അടിച്ച് കണ്ട് സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് മോഡിഫൈസ് വരും. നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം, ടിൽറ്റ് ആംഗിൾ കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസ് ഫ്രം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് 1 കൊടുത്തു നോക്കാം. മുകളിലോട്ട് പൊന്തി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, -0.2 ആയോട്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കട്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കട്ടായി. നമുക്ക് കട്ട് ബാക്ക് ആണ് എന്ത് ചെയ്തു, 1 നോക്കി. ബാക്കിലോട്ട് വന്നു. ഞാൻ എന്ത് ചെയ്തു, -1 കൊടുത്തു. .1 കൊടുത്തു. ഇങ്ങോട്ട് വന്നു 0.9 0 ഇങ്ങോട്ട് കയറി വരും. അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ആംഗിൾ ഉണ്ട്, ടിൽറ്റ് ആംഗിൾ ഉണ്ട്. ടിൽറ്റ് ആംഗിൾ ഞാനൊരു 25 ഡിഗ്രി കൊടുത്തു നോക്കി. അപ്പൊ എന്താവും, കുറച്ചിങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടാണ്ട് അപ്പൊ കറക്റ്റ് ഇവിടെ കട്ടിങ് വന്നുകൊണ്ടാണ് ഇവിടെ നിന്നത്. അല്ലെങ്കിൽ 3 ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇതിൽ റേഡിയസ് ഉണ്ടാവും. റേഡിയസ് ഞാനൊരു 45 കൊടുത്താലുണ്ടാവും. ഈ അഡ്ജസ്റ്റുള്ള ഉണ്ടാവും, ഒരു ഗ്യാപ്പ് വന്നല്ലേ 0 20 കൊടുത്തത്. എന്താ നോക്കാം. പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഞാനൊരു 45 കൊടുത്തു. എന്തായിരുന്നത്, പ്ലെയിന് 45 ഡിഗ്രിയിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഡിപ്പെൻഡ് ചെയ്താണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടുക. കട്ട് ബാക്ക് എന്ത് ചെയ്തു, 1 ആക്കി നോക്കി. ബാക്കിലോട്ട് 1 പോയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മുതലേറെ 1 എന്നുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണ്ടാവാം. ഡിസ്റ്റൻസ് കൊടുത്ത് പൊസിഷൻ ഞാനൊരു 45 ഡിഗ്രി എന്ന് കൊടുത്തു നോക്കി. 45 ഡിഗ്രിയിൽ കുറച്ച് ഇത് കൂടിക്കാണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കട്ടിങ്സ് ഓരോ ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓരോരോ ഐ സെക്ഷൻസും കാര്യങ്ങളും എങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്, കോപ്പ് സ്ക്യൂഡ്. പിന്നെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബീം ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാൻ ഇടയിൽ കട്ട് ചെയ്യാൻ ഷോർട്ട് എടുക്കാൻ ഞാൻ ചെയ്തു ഈ ബീമിലോട്ട് പ്ലസ് ചെയ്തു.
ജസ്റ്റ് നമുക്ക് ഷോർട്ടൻ ചെയ്യാനുണ്ട്, ചെരിക്കാനൊക്കെ പറ്റും. ടാബ് അടിച്ചുകൊണ്ട് സെപ്പറേറ്റ് ആവാത്ത സെലക്ട് ഈ മറ്റൊക്കെല്ല ടാബ് അടിച്ചു കണ്ടോ. ഇതെന്താ ചെയ്യുക, ലെങ്ത് 0.500 ആണ്. അത് 1 ആക്കിയാല് ബാക്കിലോട്ട് വന്നു. ആംഗിൾ അലോങ് വെയിറ്റ് 45 ഇട്ടു. അപ്പൊ നേരിട്ട് 45 കഴിഞ്ഞു. ഇത് ഒരു 45 ഇട്ടാൽ മറ്റേ സൈഡിലോട്ട് ചെയ്യും കണ്ടോ. ഇങ്ങനെ നമുക്ക് ഒരു ലെങ്തി ആയിട്ടുള്ള ബീം ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാൻ ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ബീമുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത്, അതുകൊണ്ടാണ് ആ ബീം മാത്രം കട്ടായി പോണത്. ഫൈൻ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യാം, കോപ്പ് കട്ടും ഷോർട്ടണും. ഈ കോണ്ടൂർ കട്ടൊക്കെ, കോണ്ടൂർ കട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ കട്ട് ചെയ്യാനൊക്കെ നമ്മൾ കോണ്ടൂർ കട്ട് യൂസ് ചെയ്യണം. ഇതിൽ നെട്ടും ബോൾട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് കോണ്ടൂർ കട്ട് യൂസ് ചെയ്യാം. കോണ്ടൂർ കട്ട് എടുത്തു. ഞാൻ എന്ത് ചെയ്തു, പ്ലെയിൻ സെലക്ട് ചെയ്യണം. ആദ്യത്തെ ഈ പ്ലെയിൻ ആണ്. ഞാൻ ടാബ് അടിച്ചു. ഈ സൈഡോ സെലക്ഷൻ കിട്ടാൻ പറ്റും. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഒക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇതിൽ കട്ടിങ് എങ്ങനെ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ ഇതാണ് സെലക്ട് ആയിട്ടുള്ളത്. ഞാൻ കൊടുത്തു. ഞാൻ സ്റ്റാർട്ടിന്റെ ആർക്ക് എടുത്താണ്ട് ഇവിടെ കട്ട് ചെയ്യാണ്. എടുത്തുണ്ടാവും കറക്റ്റ് ഷേപ്പിൽ അവിടെ കട്ടായിട്ട് കണ്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാബ് അടിച്ചാണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. കിട്ടുന്നില്ലല്ലോ. ഇതാണ് നമ്മളെ പ്ലെയിൻ. ക്യാപ് വിത്ത് ഇവിടുത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാവും. സെപ്പറേറ്റ് അതിന്റെ മോഡിഫയേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മുകളിലോട്ടാണ് വന്നത് ക്യാപ്പ് വന്നത്, ക്യാപ്പ് മുകളിലോട്ടാണ് വന്നത്. ഞാൻ 0 കൊടുത്തു. ഞാൻ 0.1 കൊടുത്താൽ കുറച്ച് മുകളിലോട്ട് വരും. അങ്ങനെ രണ്ട് സൈഡിലോട്ട് അടിച്ച് എക്സ്റ്റെൻഡ് സൈഡിലോട്ട് ചുറ്റും ക്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ കസ്റ്റം ചെയ്യാം. എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. 0 ആണ്, സോറി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ വയറിങ്സിനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റീൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത്. അത് നമ്മൾ പ്ലെയിൻ ആണ് സെറ്റ് ചെയ്യുന്നത്. ടാബ് അടിച്ച് നോക്കട്ടെ, പ്ലെയിൻ കിട്ടണമെങ്കിൽ കാണിച്ചത്. പ്ലെയിൻ കിട്ടണില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കട്ട്സ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അതിൽ കണക്ഷൻ എന്താണെന്ന് നോക്കാം. കണക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനറിക് കണക്ഷൻ ആണ് ഇതിലുള്ളത്. നമുക്ക് വേണ്ട കണക്ഷൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ഷനിൽ ഇത് ഇവിടെ ഉണ്ട്. കണക്ഷൻ സെറ്റിംഗ്സ് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കണക്ഷൻസ് കിട്ടും. ഇതാണ് കണക്ഷൻസ്, ബ്രേസിങ്സ്, കുറെ കണക്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഞാൻ ആഡ് ചെയ്തു. ഫുള്ളൊന്ന് സെലക്ട് ചെയ്യാണ്, ആൾ ആഡ് കൊടുത്തു. ഇത്രയും കണക്ഷൻസ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കിട്ടാൻ നമ്മൾ ലോഡ് ഫാമിലി എടുക്കണ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ എടുത്തത് സ്റ്റീൽ, ഇവിടെ കണക്ഷൻസ് എടുത്ത് കാണാൻ ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാം കിട്ടും. ഇതിലോട്ട് കണ്ടോ, ഇതിൽ ഓരോന്നും നോക്കി നമുക്ക് ഓരോ സൈഡിൽ വരുന്ന ഓരോ കണക്ഷൻസ് ആണ്. എങ്ങനെയൊക്കെ വരുന്ന വെച്ചാൽ അപെക്സ് പോയിന്റ് ഉണ്ട്, ബേസ് പ്ലേറ്റ് അടിയിൽ വരുന്നതാണ്. എന്ത് ചെയ്തു, ബേസ് പ്ലേറ്റ് എടുക്കാൻ ചെയ്തു, അടിഭാഗം നോക്കിയിട്ട് അടിച്ചാൽ അടിയിലോട്ട് കണക്ഷൻ വരണം. കണ്ടോ, ബേസ് പ്ലേറ്റ് നമ്മൾ കോളംസും കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
കസ്റ്റമൈസ് കൊടുത്താൽ ഓക്കെ റിമൂവ് ചെയ്യാനും കാര്യങ്ങൾ നെറ്റും പോയിട്ടൊക്കെ റിമൂവ് ചെയ്യണമെങ്കിലാണ് ഇത് സെലക്ട് ചെയ്താണ് ചെയ്തത് ബ്രേക്ക് അടിച്ചു ഇതിപ്പോ സെപ്പറേറ്റ് ആയി ഇതുവരെ ഒരു സെറ്റ് ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് പാറ്റേൺ ഒക്കെ അടിച്ചാൽ അതിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ അടുത്ത കണക്ഷൻ എന്താ ഇതെടുക്കണ്ടത് കണക്ഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കണക്ഷൻ പഠിക്കാണ്ട് എഫക്ട്സ് ഓൺസ് ഉണ്ട് അതുമാതിരി നമുക്ക് ഇവിടെ ഇപ്പൊ കാണിക്കാനുള്ളത് ക്ലിക്ക് ആംഗിൾ ഉണ്ടാവും ക്ലിക്ക് ആംഗിൾ എടുത്താലുണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ള കാണിച്ചത് ഈ ബീം സെലക്ട് ചെയ്തു കൺട്രോളൊക്കെ പിടിച്ചു ഈ ബീം സെലക്ട് ചെയ്തു എന്റർ അടിച്ചു കണ്ടോ ഇതൊരു സൈഡ് വരെ ആയിട്ടുള്ളൂ കാരണം സിംഗിൾ ബീം വെച്ചുകൊണ്ടാണ് അവിടെ കട്ടാകാൻ ക്ലിക്ക് ആംഗിൾ ഇങ്ങനെ എന്തായി ക്ലിക്ക് ആംഗിൾ നെട്ടും പോയിട്ട് കട്ടാണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെയല്ല ബോക്സ് കിട്ടും നോക്കാം മോഡിഫൈ പാരാമീറ്റേഴ്സ് പോയാൽ എന്തായി പറ്റും നമുക്ക് ഇതിന്റെ എല്ലാം കസ്റ്റം ചെയ്യാൻ പറ്റും നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ കണക്ഷൻ ടൈപ്പ് ഒക്കെ കസ്റ്റം ചെയ്യാൻ പറ്റും അതായത് ഇതിന്റെ ക്ലിക്ക് ആംഗിൾ അതിന്റെ നമ്പറിങ്ങും കാര്യങ്ങളും തന്നിട്ട് ക്ലിക്കിന്റെ ബെൽറ്റ് ടോപ്പ് കോപ്പ് കാര്യങ്ങളും ബോട്ടം കോപ്പ് നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും സോൾഡർ ഹോൾസ് ഷിം പ്ലേറ്റ്സ് ഒക്കെ പറ്റും